ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറി പിക്കിങ്ങിനാണ്. ഈ ഫാമിൻ്റെ പേര് മത്തിയാസ് ഫാം എന്നാണ്. നയാഗ്രയുടെ അടുത്താണ് ഈ ഫാം. അവർ നമുക്ക് ഒരു ബാസ്ക്കറ്റ് തന്നിട്ടുണ്ട്. ആ ബാസ്ക്കറ്റിൽ നിറയെ ഫ്രൂട്ട് നമുക്ക് കൊണ്ടുപോകാം. ആ ഒരു ബാസ്ക്കറ്റിനുള്ള പൈസ നമ്മൾ കൊടുക്കണം. അങ്ങനെ നമുക്ക് ചെറി പിക്കിങ് ആരംഭിക്കാം. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാൻ പോകണം കേട്ടോ. ഈ മരത്തുമ്മ കയറാനായിട്ട് ഇതുപോലെ ഒരു കോണി വെച്ചിട്ടുണ്ട്. ഈ ലാഡറിനെ 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് കയറണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ മകളുടെ ഹസ്ബൻഡ് ജെയ്സൺ ഈ കോണിമോടെ കയറി ചെറി പൊട്ടിക്കാൻ പോവാണ്. മുകളിലുള്ളതൊക്കെ അവൻ പൊട്ടിച്ചുകൊണ്ട് വരും. അപ്പം അങ്ങനെ അവൻ പൊട്ടിക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ ബാസ്ക്കറ്റ് എടുത്ത് പിടിച്ച് നിൽക്കുകയാണ്. അവൻ ഓരോന്നോരോന്ന് പൊട്ടിച്ച് ഇതിലിടും. ജോണിച്ചേട്ടൻ കിട്ടുവാ. ജോണിച്ചേട്ടൻ അവിടെ ചെറിയ നോണ്ടിരിക്കുകയാണ്. കണ്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണുണ്ടോ? കൃത്യം 10 മിനിറ്റ് ആകുമ്പോൾ ഇതിൽ നിന്ന് വെടിയുടെ സൗണ്ട് വരും. അത് കേട്ട് കിളികളൊക്കെ ഓടിപ്പോകും. അപ്പോൾ കിളികൾ ഈ ചെറി കൊത്തി നശിപ്പിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പറക്കിക്കൊണ്ടിരിക്കട്ടെ. പറക്കി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. നയാഗ്രയാണ് കേട്ടോ, നയാഗ്ര. നമ്മുടെ ഒരു സിനിമയുടെ പേരുണ്ടല്ലോ, അതിൻ്റെ പേരെന്നാടി? ഏഴാം കടലിനക്കരെ. ഓ, ഏഴാം കടലിനക്കരയിൽ വിജയും പിന്നെ ആരും കൂടിയാ? ഒരു സായിപ്പും കൂടിയിട്ട് ഉള്ള പാട്ടാണ്. അന്നത്തെ ഹിറ്റ്, പണ്ട് കാലത്തെ ഹിറ്റ് ഗാനായിരുന്നു. അങ്ങനെ നമ്മുടെ ചെറി പിക്കിങ് കഴിഞ്ഞു. കണ്ട, ഈ ഒരു കൊട്ട നിറച്ചാണ് ഞങ്ങൾ പറക്കിയെടുത്തേക്കണത്. ഇനി ഇത് വീട്ടിൽ ചെന്ന് നന്നായി തിന്നണം, പിന്നെ ജാം ഉണ്ടാക്കണം. ഇതാണ് റാസ്ബെറി എന്ന് പറയണത്. കണ്ടോ, ഇതിങ്ങനെ വലുതായി വരണുള്ളൂ. ഇവിടെ കുറച്ച് ഏരിയ അങ്ങനെ തന്നെ റാസ്ബെറിയാണ്. കണ്ടോ, പോപ്പോ ഫ്രൂട്ട്. കണ്ടോ പോപ്പോ ഫ്രൂട്ട്. ഇതിന് എത്ര നാൾ പിടിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് പഴുത്ത് റെഡിയാവാനായിട്ട്. മൊത്തം റാസ്ബെറിയാണ്. അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, എൻ്റെ കയ്യിലുള്ള ചെറി കണ്ടോ, ഇത് സ്വീറ്റ് ചെറിയാണ്. ചെറി 2 തരമുണ്ട്, സ്വീറ്റ് ചെറിയും പിന്നെ സോർ ചെറിയും. ഈ സോർ ചെറിയാണ് പൈ ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ചെറിയും കൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോവാണ്.